السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أنس بن مالك رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إذا دعا أحدكم فليعزم المسألة ولا يقولن اللهم إن شئت فأعطني فإنه لا مستكره له. റവാഹു അൽ ബുഖാരിയു വ മുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖയ്യകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ഉത്തരം കിട്ടണം, തൻ്റെ ഹാജത്ത് നേടിയെടുക്കണം, തൻ്റെ മുറാദ് ഹാസിലാക്കണം, പ്രയാസങ്ങൾ നീങ്ങി കിട്ടണം. ഈ ചിന്തയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരലസതയോ അലംഭാവമോ അലക്ഷ്യമോ ഒന്നും ഉണ്ടാവില്ല. ആത്മാർത്ഥമായിരിക്കും അയാളുടെ ദുആ. അത്തരം ദുആകൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. ലാസിമാകണം, എനിക്ക് നൽകണം. ചില ആൾക്കാരൊക്കെ പറയില്ലേ, 18 അടവും പയറ്റി നോക്കി, ഇനി 19ാമത്തെ പൂഴിക്കടക്കൻ, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, ദുആ ചെയ്ത് നോക്കാല്ലേ, കിട്ടണേ കിട്ടട്ടെ, അല്ല അപ്പം എന്താ മാർഗം എന്നൊക്കെ പറഞ്ഞ അവസാനത്തെ ഒരു പോയിന്റ് അല്ല. അത് ഒന്നാമത്തെ മൂർച്ചയുള്ള ഒരായുധമാണ്. അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, അത് ഉപയോഗിക്കുന്നവന് പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ ദുആ ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി റബ്ബിനോട് നേർക്കുനേരെ കിട്ടണമെന്ന വാശിയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ ദഅ അഹദുക്കും ഫൽയഅസിം മസ്അല. നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ ആ മസ്അലത്ത്, ചോദ്യം, ദുആ നിങ്ങൾ എന്ത് ചെയ്യണം? ലാസിമാക്കണം, ഉറപ്പിച്ചു ചോദിക്കണം. വല യഖൂലന്ന, നിങ്ങളിൽ ഒരാളും പറയരുത് അല്ലാഹുമ്മ ഇൻ ശിഅത ഫഅതുനി, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് തരൂ, തരണേ തരട്ടെ എന്നുള്ളൊരു, എനിക്ക് കിട്ടണം. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിനുള്ള കാരണം ഫഇന്നഹു ലാ മുസ്തക്രിഹ ലഹു, അല്ലാഹുവിനെ നിർബന്ധിക്കാൻ ഒരാളുമില്ല. ഈ ദുആ ചെയ്യുന്ന വ്യക്തിയുടെ ദുആ കൊണ്ട് അല്ലാഹുവിനെ നിർബന്ധിക്കുകയല്ലാതെ മൂന്നാമതൊരാൾ ഇടപെട്ടിട്ട് അല്ലാഹുവേ അതിന് ഇജാബത്ത് നൽകണേ എന്ന് പറയാൻ ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആൻ കൂടി പറഞ്ഞത് തൻ്റെ അടിമയും റബ്ബുമായിട്ട് നേർക്ക് നേരെയുള്ള ബന്ധമാണ്. അതിനിടയിൽ മധ്യവർത്തികളില്ല. ഒരു റെക്കമെൻഡ് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ, എടുത്ത് പൊന്തിക്കാൻ, നമ്മുടെ ഫയലുകൾക്ക് ഉയരം കൂട്ടാൻ ഒന്നും ആരുമില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ റബ്ബിനോട് പറയുക, റബ്ബ് അത് നിവർത്തിച്ചു തരുമെന്ന ഉത്തമമായ വിശ്വാസത്തോടുകൂടി അങ്ങനെ ദുആ ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു അലംഭാവവും ഉപേക്ഷയും വരുത്താതെ കിട്ടണം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരാൾ റബ്ബിനോട് ദുആ ചെയ്യുക, അത് ഇജാബത്തുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഉയർത്തിയ നമ്മുടെ കൈകൾ, നാം ആവശ്യപ്പെട്ട ആവശ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം നൽകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുക. റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും അല്ലാഹു പരിഹരിച്ചു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾ ഷാഫിയായ റബ്ബ് അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും എല്ലാവർക്കും എല്ലായ്പ്പോഴും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വേദനയും വിഷമവും പ്രയാസവും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പുഞ്ചിരിയോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖയ്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും
മാതാപിതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.